SNDP യോഗം കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറിയും മൈക്രോ ഫിനാൻസ് പദ്ധതിയുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററുമായിരുന്ന കെ മഹേശന്റെ വിയോഗത്തിന് 6 ആണ്ടുകൾ തികയുന്ന ദിനത്തിൽ നൊമ്പരപ്പെടുത്തുന്ന കുറിപ്പുമായി അദ്ദേഹത്തിന്റെ മകൻ ഇബ്നു കൃഷ്ണൻ. കെ മഹേശൻ ഉന്നയിച്ച ചോദ്യങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കണ്ണീരും കേരള സമൂഹത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുവെന്ന് കുറിപ്പിൽ പറയുന്നു. ആ കുറിപ്പിൽ വ്യക്തമായി ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം തന്നെ ഈ മനുഷ്യനിലേക്ക് തള്ളിയിട്ട വ്യക്തികളുടെ പേരുകൾ അദ്ദേഹം തന്നെ എഴുതി വച്ചിട്ടുണ്ട്. 6 വർഷം കഴിഞ്ഞു. ആ പേരുകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇതിലെ വിശേഷം ഇതാണ്: ആ കുറിപ്പിൽ പേര് പറഞ്ഞ പ്രധാന വ്യക്തിയെ ഇതേ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. വിചിത്ര വിരോധാഭാസങ്ങൾ മെനയണം എന്നും കുറിപ്പിൽ പറയുന്നു. തന്റെ ജീവിതം മുഴുവൻ ഉഴിഞ്ഞുവെച്ച് സേവനം ചെയ്ത അതേ യൂണിയൻ ഓഫീസിൽ 2020 ജൂൺ 24-നാണ് ഒരു മുഴം കയറിൽ അദ്ദേഹം സ്വന്തം ജീവിതം അവസാനിപ്പിച്ചത്. സംഭവ സ്ഥലത്തുനിന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു. യാതൊരുവിധ സംശയങ്ങൾക്കും ഇടയില്ലാത്ത വണ്ണം തന്നെ മരണത്തിലേക്ക് തള്ളിവിട്ട വ്യക്തികളുടെ പേരുകൾ മഹേശൻ അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളിയാലും മാനേജർ KL അശോകനാലും പീഡിപ്പിക്കപ്പെട്ട എല്ലാ യൂണിയൻ ഭാരവാഹികൾക്കും വേണ്ടി ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആ അവസാന വാക്കുകൾ. എന്നാൽ 6 വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ പേരുകാർ നിയമത്തിന് മുന്നിൽ മറുപടി നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം രാജ്യം അവരിൽ പ്രധാനിയായ SNDP യോഗം ജനറൽ സെക്രട്ടറിയും ശ്രീനാരായണ ട്രസ്റ്റ് സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശനെ പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തു. ഒരു കുടുംബത്തിന് നീതി നിഷേധിക്കപ്പെടുമ്പോൾ അധികാരികൾ കുറ്റാരോപിതനെ ആദരിക്കുന്ന വിരോധാഭാസത്തിനാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഏകദേശം 31 വർഷക്കാലം വെള്ളാപ്പള്ളി നടേശന്റെ കൂടെ വിശ്വസ്തനായി ചേർന്നു പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു കെ മഹേശൻ. വെള്ളാപ്പള്ളിയുടെ ചാരായ ഗോഡൌണിലെ ജീവനക്കാരനായി തുടങ്ങി പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി ലേഖനങ്ങളും പ്രസംഗങ്ങളും എഡിറ്റോറിയലുകളും വരെ എഴുതി തയ്യാറാക്കിയത് മഹേശനായിരുന്നു. ഇന്ന് വെള്ളാപ്പള്ളി അനുഭവിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സ്വാധീനത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ നിഴലായി നിന്ന ഈ മനുഷ്യന് ഒടുവിൽ ലഭിച്ച പ്രതിഫലം നിരവധി കള്ളക്കേസുകളായിരുന്നു. മരിക്കുന്നതിന് മുൻപ് മഹേശൻ പുറത്തുവിട്ട 32 പേജുകളുള്ള കത്തിൽ വിശ്വസ്തനായി കൂടെ നിന്നിട്ടും തനിക്ക് നേരിടേണ്ടി വന്ന മാനസിക ശാരീരിക പീഡനങ്ങളെക്കുറിച്ചും വഞ്ചനകളെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകൾ ചോദ്യം ചെയ്തതാണ് മഹേശനെ ശത്രുവാക്കിയത്. വെള്ളാപ്പള്ളിയുടെ വിവിധ കള്ളുഷാപ്പുകളുടെ ബിനാമിയാണെന്ന് ആരോപിച്ച് 18ഓളം കേസുകളാണ് അദ്ദേഹത്തിന് മേൽ ചുമത്തിയത്. അതിനു പുറമെയാണ് ഇന്നും വിവാദമായി തുടരുന്ന മൈക്രോ ഫിനാൻസ് കേസുകൾ. 2003 മുതൽ 2014 വരെയുള്ള കാലയളവിൽ പിന്നോക്ക വിഭാഗങ്ങളിലെ അംഗങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കാനായി SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് മൈക്രോ ഫിനാൻസ് പദ്ധതി. എന്നാൽ പിന്നീട് ഇതിന്റെ വായ്പാ വിതരണത്തിലും തിരിച്ചടവിലും വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ കുറഞ്ഞ പലിശയ്ക്ക് ജനങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന വായ്പകൾ ഉയർന്ന പലിശയ്ക്ക് വിതരണം ചെയ്യപ്പെടുകയും ഫണ്ട് ദുരുപയോഗം ചെയ്യപ്പെടുകയും ചെയ്തു. മൈക്രോ ഫിനാൻസ് പദ്ധതിയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ എന്ന നിലയിൽ മഹേശൻ ഇതിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന ചുമതല മാത്രമാണ് ഉണ്ടായിരുന്നത്. ഉയർന്ന ലീഡർഷിപ്പിന്റെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടിയാണ് എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നത്. എന്നാൽ അന്വേഷണം വന്നപ്പോൾ യഥാർത്ഥ ഉത്തരവാദികളായ മുകൾ തട്ടിലുള്ളവർ രക്ഷപ്പെടുകയും എല്ലാ കുറ്റങ്ങളും മഹേശന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയുമാണ് ഉണ്ടായത്. മഹേശന്റെ അവസാന നാളുകൾ അങ്ങേയറ്റം ദയനീയമായിരുന്നു. ചോദ്യം ചെയ്യലിനായി ദിവസേന വിവിധ സ്ഥലങ്ങളിലേക്ക് പോലീസ് അദ്ദേഹത്തെ വിളിപ്പിച്ചു. തുടർച്ചയായ സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തെ മാനസികമായി തളർത്തി. 2020 ജൂൺ 23-ന് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് രാവിലെ 9 മണി മുതൽ ഉച്ച കഴിയുന്നതുവരെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. കേസുകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ മഹേശനെ നിർബന്ധിക്കുകയും വഴങ്ങാത്ത പക്ഷം ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി അദ്ദേഹം വീട്ടിലെത്തി കുടുംബത്തോട് പറഞ്ഞിരുന്നു. താൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കുടുംബം വേട്ടയാടപ്പെടാതിരിക്കാൻ എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കട്ടെ എന്നു കരുതിയാണ് അടുത്ത ദിവസം രാവിലെ അദ്ദേഹം ജീവനൊടുക്കിയത്. മഹേശൻ എഴുതിവെച്ച കത്തുകൾ മാത്രം മതിയായിരുന്നു BNS സെക്ഷൻ 108 പ്രകാരം FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ച സർക്കാർ വെള്ളാപ്പള്ളിയോട് കൂറും ബാധ്യതയും പുലർത്തുന്നതായിരുന്നു എന്ന് മഹേശന്റെ കുടുംബം ആരോപിക്കുന്നുണ്ട്.